മഹാവിഷ്ണു ത്രിമൂർത്തികളിൽ ഒരാളായ ഭഗവാൻ പ്രപഞ്ചത്തിൻ്റെ സംരക്ഷകനായി കണക്കാക്കുന്നു. അതിനാൽ തന്നെ ഓരോ യുഗങ്ങളിലും ഭഗവാൻ ധർമ്മ സംരക്ഷണയ്ക്കായി അവതാരമായി പിറവിയെടുക്കുന്നു. ഭഗവാന്റെ ഓരോ അവതാരത്തിനും അതിൻ്റേതായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അതുപോലെ ഓരോ അവതാരത്തിലും ധർമ്മ സംരക്ഷണത്തിനായി ഭഗവാൻ വിവിധങ്ങളായ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ കാരണമെന്ത്? ഓരോ അവതാരവും പിറവിയെടുക്കുന്നതിനുണ്ടായ കാരണങ്ങൾ. മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽ ശ്രീകൃഷ്ണൻ മാത്രം സുദർശന ചക്രം ഉപയോഗിച്ചത് എന്തുകൊണ്ട്? മറ്റ് അവതാരങ്ങൾ ഒന്നും സുദർശന ചക്രം ഉപയോഗിക്കാതിരുന്നത് എന്തുകൊണ്ട്? വിശദമായി അറിയുന്നതിനായി വീഡിയോ പൂർണ്ണമായി കാണുക. ഏവർക്കും ഒരിക്കൽ കൂടി ഇതിഹാസ എപ്പിക്കിലേക്ക് സ്വാഗതം. മഹാവിഷ്ണുവിന് അനേകം അവതാരങ്ങൾ എടുക്കേണ്ടി വന്നത് ഭൃഗുമഹർഷിയുടെ ശാപം മൂലമാണെന്നൊരു കഥ ശ്രീ മഹാദേവി ഭാഗവതത്തിൽ കാണുന്നു. ആ കഥ ഇപ്രകാരം: കശ്യപന് കശിപു എന്ന ഒരു പുത്രനുണ്ടായിരുന്നു. മഹാപരാക്രമിയായ കശിപു അതീവ ശക്തനായ ഒരു അസുരനായിരുന്നു. അതിനാൽ തന്നെ ഇവൻ ദേവകളുടെ ശത്രുവുമായിരുന്നു. ഒരിക്കൽ ദേവകളും അസുരന്മാരും തമ്മിൽ ഘോരമായ ഒരു യുദ്ധം നടക്കുകയും ആ യുദ്ധത്തിൽ കശിപു വധിക്കപ്പെടുകയും ചെയ്തു. അതിനുശേഷം കശിപുവിൻ്റെ പുത്രൻ പ്രഹ്ലാദൻ രാജാവായി. അതീവ ബലവാനായ പ്രഹ്ലാദനും ദേവേന്ദ്രനുമായി യുദ്ധമുണ്ടായി. ആ യുദ്ധം 100 വർഷക്കാലം നീണ്ടുനിന്നു. ഒടുവിൽ പ്രഹ്ലാദൻ പരാജയപ്പെട്ടു. ശോകമൂകനായ അദ്ദേഹം വീരോചന പുത്രനായ ബലിയെ രാജാവായി വാഴിച്ച് ഗന്ധമാദനത്തിൽ പോയി തപസ് ആരംഭിച്ചു. തുടർന്ന് രാജാവായ ബലിയും ഇന്ദ്രനുമായി യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിൽ ദേവേന്ദ്രൻ മഹാവിഷ്ണുവിൻ്റെ സഹായത്താൽ അസുരന്മാരെ പരാജയപ്പെടുത്തി. അസുരന്മാർ നിശേഷം തോറ്റു ഗുരുവായ ശുക്രാചാര്യരുടെ അടുക്കൽ അഭയം പ്രാപിച്ചു. ശുക്രാചാര്യർ തൻ്റെ മന്ത്രശക്തിയാൽ അസുരന്മാരെ രക്ഷിച്ചുകൊള്ളാമെന്ന് വാക്കു നൽകി. ദേവകളെ പരാജയപ്പെടുത്തുന്നതിന് ശുക്രാചാര്യർ അസുരന്മാരെ സഹായിക്കാമെന്നേറ്റ വിവരം ദേവകൾ അറിഞ്ഞു. ശുക്രാചാര്യർ അസുരന്മാരെ കശ്യപന്റെ ആശ്രമത്തിലാക്കിയിട്ട് കൂടുതൽ ശക്തി ആർജിക്കുന്നതിനായി കൈലാസത്തിൽ മഹാദേവന്റെ സന്നിധിയിലേക്ക് പുറപ്പെട്ടു. താൻ തിരിച്ചു വരുന്നതുവരെ വിശ്വാസത്തോടുകൂടി ഇരിക്കണമെന്ന് അസുരന്മാരെ ഉപദേശിച്ചിട്ടായിരുന്നു ശുക്രാചാര്യർ യാത്ര തിരിച്ചത്. ഈ സമയം പ്രഹ്ലാദൻ ദേവസന്നിധിയിൽ ചെന്ന് സവിനയം ഇങ്ങനെ പറഞ്ഞു: ദേവന്മാരെ, ഞങ്ങൾക്ക് യുദ്ധത്തിൽ തെല്ലുപോലും ആഗ്രഹം തോന്നുന്നില്ല. അതിനാൽ ശിഷ്ടകാലം വൽക്കലവും ജടയും ധരിച്ച് തപസ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. യുദ്ധം എത്രയോ അധർമ്മമായ പ്രവൃത്തിയാണ്. ഈശ്വരഭജനമോ എത്ര ആനന്ദകരം. അതിനാൽ നിങ്ങൾക്ക് ഞങ്ങളെക്കൊണ്ട് മേലാൽ യാതൊരു ഉപദ്രവവും ഉണ്ടാകുന്നതല്ല. അതിനാൽ നിങ്ങളും നിർദോഷികളായ ഞങ്ങളെ ഉപദ്രവിക്കരുതേ. ദേവന്മാർ പ്രഹ്ലാദന്റെ വാക്കുകൾ വിശ്വസിച്ചു. അസുരന്മാർ ഗുരുവിന്റെ വരവും കാത്ത് ആശ്രമത്തിൽ കഴിഞ്ഞുകൂടി. ഈ സമയം ശുക്രാചാര്യർ മഹാദേവന്റെ അടുക്കലെത്തി ദേവകളെ തോൽപ്പിക്കുന്നതിനുള്ള ശക്തി നൽകണമെന്ന് അപേക്ഷിച്ചു. മഹാദേവൻ ശുക്രാചാര്യരുടെ ആവശ്യം കേട്ട് കുഴങ്ങി. തൻ്റെ ഭക്തനായ ശുക്രാചാര്യരെയും ദേവകളെയും ഉപേക്ഷിക്കുവാൻ അദ്ദേഹത്തിന് കഴിയില്ല. ഒടുവിൽ മഹാദേവൻ ഇപ്രകാരം പറഞ്ഞു: മഹർഷേ, അങ്ങൊരു വ്രതം അനുഷ്ഠിക്കുക. 1000 സംവത്സരം തല കീഴായി നിന്ന് ധൂമപാനം ചെയ്താൽ അങ്ങയ്ക്ക് ഇഷ്ടസിദ്ധിക്കുള്ള മന്ത്രം ലഭ്യമാകും. പരമശിവൻ ഇപ്രകാരം പറഞ്ഞത് ശുക്രാചാര്യർക്ക് ഒരിക്കലും ഈ വ്രതം പൂർത്തീകരിക്കുവാൻ സാധിക്കില്ലെന്ന വിശ്വാസത്താലാണ്. ശുക്രാചാര്യർ മഹാദേവനെ വന്ദിച്ച് വ്രതം അനുഷ്ഠിക്കുവാൻ തുടങ്ങി. ഈ വിവരം അറിഞ്ഞ ദേവകൾക്ക് അസുരന്മാരുടെ ചതി മനസ്സിലായി. പ്രഹ്ലാദൻ തങ്ങളെ വഞ്ചിക്കുകയായിരുന്നുവെന്ന് മനസ്സിലാക്കിയ ദേവന്മാർ അസുരന്മാരെ ആക്രമിക്കുവാൻ ആശ്രമത്തിലെത്തി. ദേവന്മാരോട് യുദ്ധം ചെയ്താൽ പരാജയപ്പെടുമെന്ന് മനസ്സിലാക്കിയ അസുരന്മാർ ശുക്രാചാര്യരുടെ മാതാവായ കാവ്യമാതാവിനെ അഭയം പ്രാപിച്ചു. ദേവകൾ മഹാവിഷ്ണുവിന്റെ നേതൃത്വത്തിൽ അവരെ പിന്തുടർന്നു. കാവ്യമാതാവ് തൻ്റെ യോഗശക്തിയാൽ മഹാവിഷ്ണുവിനെയും ദേവകളെയും സ്തംഭിപ്പിച്ചു. ഉടനെ മഹാവിഷ്ണു സുദർശന ചക്രത്തെ ധ്യാനിച്ചു. ഉടൻ പ്രത്യക്ഷമായ സുദർശന ചക്രം കാവ്യമാതാവിന്റെ ഖണ്ഡം മുറിച്ച് കാവ്യമാതാവിനെ വധിച്ചു. തൻ്റെ പത്നിയുടെ ഖണ്ഡം മുറിച്ച മഹാവിഷ്ണുവിനെ ഭൃഗുമഹർഷി നീ ഭൂമിയിൽ അവതാരങ്ങളായി പിറക്കട്ടെ എന്ന് ശപിച്ചു.
ഈ ശാപം മൂലമാണ് മഹാവിഷ്ണു ഭൂമിയിൽ അവതാരങ്ങളായി പിറക്കേണ്ടി വന്നത്. മത്സ്യാവതാരം. ഒരിക്കൽ ബ്രഹ്മാവ് വേദം ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ഹയഗ്രീവൻ എന്ന അസുരൻ ബ്രഹ്മസന്നിധിയിൽ നിന്ന് വേദങ്ങൾ മോഷ്ടിച്ചു. തുടർന്ന് വേദസംഹിതകളുമായി ഹയഗ്രീവൻ സമുദ്രത്തിനുള്ളിൽ ഒളിച്ചിരുന്നു. തുടർന്ന് മഹാവിഷ്ണു മത്സ്യമായി അവതരിച്ച് ഹയഗ്രീവനെ വധിച്ച് വേദങ്ങളെ വീണ്ടെടുത്തു. ഈ അവതാരത്തിന് ഒരായുധങ്ങളും ഉണ്ടായിരുന്നില്ല. ശക്തമായ രൂപം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ആയുധം. കാരണം ഇവിടെ യുദ്ധം പ്രധാനമല്ലായിരുന്നു, ജ്ഞാന സംരക്ഷണമായിരുന്നു അവതാര ലക്ഷ്യം. കൂർമാവതാരം. ദേവന്മാരും അസുരന്മാരും പാലാഴി കടഞ്ഞ് അമൃതെടുക്കുന്നതിനായി മന്ദരപർവ്വതത്തെ കടക്കോലും വാസുകി എന്ന സർപ്പത്തെ കയറുമാക്കി പാലാഴി മഥനം തുടങ്ങി. ഇങ്ങനെ സമുദ്രത്തെ മഥനം ചെയ്തു വരവെ കടക്കോലായിട്ടുള്ള മന്ദരപർവ്വതം കടലിന്റെ അടിത്തട്ടിൽ ഉറച്ചുപോയി. അപ്പോൾ മഹാവിഷ്ണു ആമയുടെ രൂപത്തിൽ അവതരിച്ച് മന്ദരപർവ്വതത്തെ തന്റെ പുറത്തു താങ്ങി മേൽപോട്ടുയർത്തി. ഈ അവതാരത്തിനും ഭഗവാൻ ആയുധങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ആയുധത്തെക്കാൾ ധൈര്യവും സഹിഷ്ണുതയുമായിരുന്നു ആവശ്യം. വരാഹാവതാരം. മഹാവിഷ്ണുവിന്റെ ദ്വാരപാലകരായിരുന്നു ജയനും വിജയനും. ഒരിക്കൽ സനകാദി മഹർഷികൾ മഹാവിഷ്ണുവിനെ സന്ദർശിക്കുന്നതിന് വൈകുണ്ഠത്തിലെത്തിയപ്പോൾ ജയവിജയന്മാർ അദ്ദേഹത്തെ അപമാനിച്ചു. തുടർന്ന് മഹർഷി ഇവർ അസുരന്മാരായി ഭൂമിയിൽ പിറക്കട്ടെ എന്ന് ശപിച്ചു. 3 പ്രാവശ്യം മഹാവിഷ്ണു ഇവരെ നിഗ്രഹിച്ചാൽ ശാപമോക്ഷം ലഭിക്കുമെന്നും അരുൾ ചെയ്തു. തുടർന്ന് ഇവർ ഹിരണ്യാക്ഷനും ഹിരണ്യകശിവുമായി പിറവിയെടുത്തു. ഇവരുടെ ചെയ്തികൾ സകല ദേവകളെയും ഭയപ്പെടുത്തി. ഒരിക്കൽ ഹിരണ്യാക്ഷൻ സമുദ്രത്തിലിറങ്ങി തന്റെ ഗദ കൊണ്ട് തിരമാലകളെ താടനം ചെയ്യുകയും സമുദ്രത്തെ ഇളക്കി മറിക്കുകയും ചെയ്തു. ഭയചകിതനായ വരുണദേവൻ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു. മഹാവിഷ്ണു ഒരു പന്നിയുടെ രൂപത്തിൽ സമുദ്രത്തിലെത്തി. മഹാവിഷ്ണുവിനെ കണ്ട ഹിരണ്യാക്ഷൻ ഭൂലോകം കയ്യിലെടുത്തുകൊണ്ട് പാതാളത്തിലേക്ക് ഓടി. മഹാവിഷ്ണു അവിടെ എത്തി ഹിരണ്യാക്ഷനെ വധിച്ച് ഭൂലോകത്തെ വീണ്ടെടുത്തു. ഈ അവതാരത്തിൽ മഹാവിഷ്ണുവിന്റെ ആയുധം ദന്തങ്ങൾ അഥവാ കൊമ്പുകളായിരുന്നു. കാരണം ഹിരണ്യാക്ഷൻ ഭൗതിക ശക്തിയിൽ മികച്ചു നിന്നു. അതിനാൽ മൃഗബലം ഉപയോഗിച്ച് ഭഗവാന് അവനെ പരാജയപ്പെടുത്തി. നരസിംഹാവതാരം. ഹിരണ്യാക്ഷന്റെ വധത്തോടെ ഹിരണ്യകശിപുവിന് മഹാവിഷ്ണുവിനോട് പക വീട്ടുന്നതിനായി മന്ദരപർവ്വതത്തിൽ പോയി ബ്രഹ്മദേവനെ തപസ് ചെയ്തു. ഒടുവിൽ ബ്രഹ്മദേവൻ പ്രത്യക്ഷനായി എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഹിരണ്യകശിപു ഇപ്രകാരം പറഞ്ഞു: എനിക്ക് ദേവകളാലും മനുഷ്യരാലും ഗന്ധർവന്മാരാലും മൃഗങ്ങളാലും മരണമുണ്ടാകരുത്. രാത്രിയിലും പകലും എന്നെ വധിക്കുവാൻ സാധിക്കരുത്. ആയുധങ്ങളാൽ എനിക്ക് മരണം സംഭവിക്കരുത്. കൊട്ടാരത്തിനകത്തും പുറത്തും വെച്ച് ആർക്കും എന്നെ വധിക്കുവാൻ സാധിക്കരുത്. ഭൂമിയിലും ആകാശത്തിലും വെച്ച് എനിക്ക് മരണമുണ്ടാകരുത്. ഈ വരം ലഭിച്ചതോടെ ഹിരണ്യകശിപു മഹാബലവാനും അഹങ്കാരിയുമായി മാറി. ഈ അസുരനെ വധിക്കുന്നതിനായി മഹാവിഷ്ണു നരസിംഹമായി പകുതി മനുഷ്യനും പകുതി മൃഗവും. തുടർന്ന് നരസിംഹാവതാരം ഹിരണ്യാക്ഷനെ വധിച്ചു. ബ്രഹ്മദേവന്റെ വരമുള്ളതിനാൽ പകലും രാത്രിയുമല്ലാതെ ത്രിസന്ധ്യയ്ക്ക് കൊട്ടാരത്തിനകത്തും പുറത്തുമല്ലാതെ വാതിൽ പടിയിൽ വെച്ച് ആകാശത്തും ഭൂമിയിലുമല്ലാതെ ഭഗവാന്റെ സ്വന്തം മടിയിൽ വെച്ച് ഒരായുധവും ഉപയോഗിക്കാതെ സ്വന്തം നഖങ്ങൾ ഉപയോഗിച്ച് അവന്റെ മാറു പിളർന്ന് ഹിരണ്യകശിപുവിനെ വധിച്ചത്. ഇവിടെ സ്വന്തം നഖങ്ങളായിരുന്നു ഭഗവാന്റെ ആയുധങ്ങൾ. കാരണം ബ്രഹ്മദേവന്റെ വരം നിമിത്തം ഹിരണ്യകശിപുവിനെ വധിക്കുവാൻ ആയുധങ്ങൾ ഉപയോഗിക്കുവാൻ കഴിയുമായിരുന്നില്ല. വാമനാവതാരം. മഹാവിഷ്ണു മഹാബലി ചക്രവർത്തിയെ സ്ഥാനഭ്രഷ്ടനാക്കുന്നതിനായി വാമനനായി അവതരിച്ചു. അതീവ ശക്തനായ മഹാബലി ചക്രവർത്തി 3 ലോകങ്ങളും കീഴടക്കി. ദേവന്മാർ ദേവലോകത്തിൽ നിന്നും പലായനം ചെയ്തു. കശ്യപന് അദിതി എന്ന പത്നിയിൽ പിറന്നവരായിരുന്നു ദേവകൾ. ദേവകളുടെ പരാജയം അദിതിയെ വളരെയധികം ദുഃഖിപ്പിച്ചു. അദിതി ചിന്താവിഷ്ടയായിരിക്കുന്നത് കണ്ട് ഒരിക്കൽ കശ്യപൻ കാരണമന്വേഷിച്ചു. ദേവകൾക്ക് നഷ്ടപ്പെട്ടു പോയ വീര്യം തിരിച്ചെടുക്കുന്നതിനുള്ള വഴി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് അദിതി മറുപടി നൽകി. ദ്വാദശി വ്രതം അനുഷ്ഠിച്ചാൽ മഹാവിഷ്ണു പ്രസാദിക്കുമെന്ന് കശ്യപൻ പത്നിയോട് പറഞ്ഞു. തുടർന്ന് അദിതി വ്രതം അനുഷ്ഠിക്കുകയും മഹാവിഷ്ണു അവളിൽ പ്രസാദിച്ച് എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു. അങ്ങ് തന്റെ ഗർഭത്തിൽ ജനിച്ച് ദേവകൾക്ക് നഷ്ടപ്പെട്ട പ്രതാപം തിരികെ നൽകണമെന്ന് അദിതി അപേക്ഷിച്ചു.
അതനുസരിച്ച് മഹാവിഷ്ണു അതിഥിയുടെ പുത്രനായ വാമനനായി അവതരിച്ചു. പിന്നീട് വാമനൻ മഹാബലി ചക്രവർത്തി നടത്തിയ യാഗശാലയിൽ ചെന്ന് 3 അടി മണ്ണ് ദാനമായി നൽകണമെന്ന് അപേക്ഷിച്ചു. ഇത് നൽകാമെന്ന് ചക്രവർത്തി വാക്ക് നൽകി. തുടർന്ന് വാമനൻ തന്റെ ശരീരം ആകാശത്തോളം വലുതാക്കി സ്വർഗം, ഭൂമി, പാതാളം എന്നിവ 2 അടി കൊണ്ട് അളന്നു. 3 അടി അളക്കുവാൻ സ്ഥലം എവിടെയെന്ന് ചോദിച്ച വാമനന് മഹാബലി തന്റെ ശിരസ് കാണിച്ചു കൊടുത്തു. തുടർന്ന് വാമനൻ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി ദേവകൾക്ക് നഷ്ടപ്പെട്ട സ്വർഗം തിരികെ നൽകി. ഈ അവതാരത്തിലും മഹാവിഷ്ണു ആയുധമെടുത്തില്ല. കാരണം ഇത് യുദ്ധമല്ലായിരുന്നു, അഹങ്കാര നിയന്ത്രണം മാത്രമായിരുന്നു. പരശുരാമൻ. ജമദഗ്നി മഹർഷിയുടെയും രേണുകയുടെയും പുത്രനായി ഭഗവാൻ മഹാവിഷ്ണു പരശുരാമനായി അവതാരമെടുത്തു. കാർത്തവീരാർജുനനും മറ്റ് ക്ഷത്രിയന്മാരും അധർമ്മികളായി മാറി ഭൂമിയിൽ ധർമ്മക്ഷതം സംഭവിച്ചു. 1000 കൈകളുള്ള കാർത്തവീരാർജുനനെ പരാജയപ്പെടുത്തുവാൻ ആർക്കും സാധിക്കുമായിരുന്നില്ല. ഒരിക്കൽ ജമദഗ്നി മഹർഷിയുടെ ആശ്രമത്തിലെത്തിയ കാർത്തവീരാർജുനൻ ആശ്രമത്തിലെ കാമധേനുവിനെ തട്ടിക്കൊണ്ടുപോയി. തുടർന്ന് പരശുരാമൻ കാർത്തവീരാർജുനന്റെ രാജ്യ തലസ്ഥാനമായ മാഹിഷ്മതിയിൽ ചെന്ന് കാർത്തവീരാർജുനനെ വധിച്ച് കാമധേനുവിനെ വീണ്ടെടുത്തു. അന്നു മുതൽ കാർത്തവീരാർജുനന്റെ പുത്രന്മാർ പരശുരാമനോട് പകരം വീട്ടാൻ തക്കം നോക്കിയിരുന്നു. ഒരിക്കൽ പരശുരാമൻ ആശ്രമത്തിലില്ലായിരുന്ന തക്കം നോക്കി രാജാവിന്റെ പുത്രന്മാർ ആശ്രമത്തിലെത്തി ജമദഗ്നി മഹർഷിയുടെ തല വെട്ടിക്കൊണ്ടുപോയി. പരശുരാമൻ തിരികെ ആശ്രമത്തിലെത്തിയപ്പോൾ പിതാവിന്റെ ശരീരത്തിൽ പിടിച്ച് അലമുറയിട്ട് കരയുന്ന മാതാവിനെയാണ് കണ്ടത്. മാതാവ് കരഞ്ഞുകൊണ്ട് വിവരങ്ങൾ പറയുകയും 21 പ്രാവശ്യം മാറത്തലയ്ക്കുകയും ചെയ്തു. പ്രതികാരമൂർത്തിയായി മാറിയ പരശുരാമൻ 21 പ്രാവശ്യം ലോകം ചുറ്റി അധാർമികളായ സകല ക്ഷത്രിയരെയും കൊന്നൊടുക്കി. ഇങ്ങനെ മഹാവിഷ്ണു പരശുരാമനായി അവതരിച്ച് ദുഷ്ടരായ ക്ഷത്രിയരെ നിഗ്രഹിക്കുക എന്ന തന്റെ കർമ്മം നിറവേറ്റി. ഈ അവതാരത്തിൽ ഭഗവാന്റെ പ്രധാന ആയുധം പരശു അഥവാ കോടാലിയായിരുന്നു. ശ്രീരാമൻ. കരുത്തനായ രാവണനെ വധിക്കുന്നതിനായി ഭഗവാൻ ശ്രീരാമനായി മഹാവിഷ്ണു അവതാരമെടുത്തു. രാവണന്റെ അധർമ്മം നശിപ്പിക്കുവാൻ മര്യാദ പുരുഷോത്തമനായി ഭഗവാൻ അവതാരമെടുത്തു. ഈ അവതാരത്തിൽ ഭഗവാന്റെ പ്രധാന ആയുധം കോദണ്ഡവില്ലും ദിവ്യാസ്ത്രങ്ങളുമായിരുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ. ദ്വാപരയുഗത്തിൽ കംസൻ, ശിശുപാലൻ, കൗരവർ തുടങ്ങിയ അധാർമികളെ നിഗ്രഹിക്കുവാൻ മഹാവിഷ്ണു തന്റെ പൂർണ്ണ അവതാരമായ ശ്രീകൃഷ്ണനായി അവതരിച്ചു. വിഷ്ണുവിന്റെ അവതാരങ്ങളിൽ ശ്രീകൃഷ്ണൻ മാത്രമായിരുന്നു മനുഷ്യൻ എപ്രകാരം ജീവിക്കണമെന്ന ഉപദേശം നൽകുന്നത്. ഭഗവാൻ അർജുനന് നൽകുന്ന ഗീതോപദേശം ലോകർക്ക് നൽകിയ ഉപദേശമായിരുന്നു. ശ്രീകൃഷ്ണൻ മഹാവിഷ്ണുവിന്റെ പൂർണ്ണ അവതാരമായതിനാൽ ഭഗവാന്റെ എല്ലാ ആയുധങ്ങളും ശ്രീകൃഷ്ണന്റെ പക്കലുണ്ടായിരുന്നു. സുദർശന ചക്രം, ഗദ, ശംഖ്, പത്മം. ഭഗവാൻ ശ്രീകൃഷ്ണനായി അവതരിച്ചത് ശക്തി കാണിക്കുവാനായിരുന്നില്ല, പകരം ധർമ്മം സ്ഥാപിക്കാനായിരുന്നു. അതിനാൽ സുദർശന ചക്രം ഉപയോഗിക്കുന്നത് ശിശുപാലനെ വധിക്കുന്നതിനും നരകാസുരനെ വധിക്കുന്നതിനും കുരുക്ഷേത്ര യുദ്ധത്തിൽ സൂര്യനെ മറയ്ക്കുന്നതിനും മാത്രമായിരുന്നു. കംസനെ കൈകൊണ്ടും കാളിയനെ നൃത്തം ചെയ്തും കൗരവരെ തന്ത്രം കൊണ്ടുമായിരുന്നു ശ്രീകൃഷ്ണൻ പരാജയപ്പെടുത്തിയത്. ശ്രീകൃഷ്ണൻ സുദർശന ചക്രം ഉപയോഗിച്ചത് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ പൂർണ്ണ അവതാരം ആയതിനാലും ശ്രീകൃഷ്ണൻ തന്നെ കാലചക്രത്തിന്റെ അധിപനായതിനാലുമായിരുന്നു. മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളിലെ ആയുധങ്ങൾ കാലഘട്ടത്തിനനുസരിച്ചും ശത്രുവിന്റെ സ്വഭാവമനുസരിച്ചും ധർമ്മത്തിന്റെ ആവശ്യമനുസരിച്ചും മാറുന്നു.